എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 20, ശ്ലോകം 27, 28, 29, 30, 31, 32, 33 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 27. വനൗകസ പ്രമുദിത വനരാജേർമധുച്യുത ജലധാരാ ഗിരേനാദാനാസന്ന ദദൃശേ ഗുഹാഃ. ഈ കാട്ടിലുള്ള ആ വൃക്ഷങ്ങളും കാട്ടാള ജാതിക്കാരും എല്ലാവരും വളരെ എല്ലാവർക്കും വളരെ സന്തുഷ്ടിയുള്ളവരായി തീർന്നവരൊക്കെ. എന്താ, കാട് മുഴുവൻ ഇങ്ങനെ നിറച്ചു പൂക്കളും നിറച്ചു ഫലങ്ങളും, എത്ര ഫലം വേണമെങ്കിലും ഇഷ്ടംപോലെ ഭക്ഷിക്കാം. നിലത്ത് ഇങ്ങനെ മുട്ടിക്കിടക്കണ തരത്തിലുള്ള പഴങ്ങളുണ്ട്. അപ്പൊ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എല്ലാവർക്കും കാട്ടാളന്മാർക്കൊക്കെ കയറി പറിക്കാനും അവർക്ക് വിഷമല്ലല്ലോ. അങ്ങനെ ഇഷ്ടം പോലെയാണ്. പൂവിലൊക്കെ തേനെടുക്കാം, ധാരാളം പഴങ്ങൾ ഭക്ഷിക്കാം. പക്ഷികളും എല്ലാവർക്കും സന്തോഷം. മലകളിൽ നിന്നൊക്കെ ഇങ്ങനെ ജലധാരകള് ചാടിക്കൊണ്ടിരുന്നു. നല്ല വെള്ളച്ചാട്ടം, നല്ല തെളിഞ്ഞ വെള്ളം. പർവ്വത സമീപ പ്രദേശങ്ങളിലുള്ള നിറച്ച് ഗുഹകളുണ്ട്. ആ ഗുഹയുടെ ഉള്ളിൽ നിന്നൊക്കെ നല്ല മനോഹര നാദങ്ങൾ കേൾക്കുന്നുണ്ടെന്നാ പറയണത്. ഗുഹയുടെ ഉള്ളിൽ നിന്ന് ക്വചിത് വനസ്പതി ക്രോഡേ ഗുഹായാം ചാഭിവർഷതി നിർവിശ്യ ഭഗവാൻ രേമേ കന്ദമൂലഫലാസന. ചിലപ്പോ ഈ കാട്ടില് മഴ പെയ്തിരുന്നപ്പോ നല്ല മഴ അങ്ങോട്ട് പെയ്യും. അപ്പൊ ഇവരെല്ലാരും എന്ത് ചെയ്യും? നമുക്ക് ഗുഹയുടെ ഉള്ളിലേക്ക് പോവാം, എല്ലാവരും വരും എന്ന് പറഞ്ഞിട്ട് കണ്ണന് എല്ലാവരും അങ്ങോട്ട് വിളിക്കും. എല്ലാവരും ഓടി ആ ഗുഹയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറും. പിന്നെ ചെറിയ മഴയാണെങ്കിൽ മരത്തിന്റെ ചോട്ടില് ഇരുന്നിട്ട് കളിക്കും. എങ്ങനെയായാലും കളി മുടക്കണ പരിപാടിയില്ല. കുറച്ച് ഫലങ്ങളും കിഴങ്ങുകളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എല്ലാരും കുട്ടികൾ പറിച്ചു കൊണ്ടിരും. കണ്ടാ എന്തൊരു സ്വാദാ, ഇതിനെ കഴിച്ചു നോക്കൂ. അങ്ങനെ എല്ലാവരും കൂട്ടി നല്ല രസമായിട്ട് അവിടെ ഇരുന്നിട്ട് മഴ പെയ്യണ സമയത്ത് ഇത് കഴിക്കാം. അപ്പൊ പിന്നെ കളിക്കാൻ പറ്റില്ല. അതിനുള്ളിലിരുന്ന് ഗുഹയിലിരുന്നിട്ടും മരത്തിന്റെ ചുവട്ടിലിരുന്നിട്ടും നല്ല സുഖമായിട്ടുള്ള ഭക്ഷണം, അതിമധുരമുള്ളതും. ചിലർക്ക് പുളിയുള്ളതാണ് ഇഷ്ടം. അങ്ങനെയുള്ള എന്ത് തരത്തിലുള്ള ഫലങ്ങൾ വേണോ അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് ഇഷ്ടം പോലെ കഴിക്കാം. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു രാമകൃഷ്ണന്മാര് കുട്ടികളുടെ കൂടെ. ദധ്യോദനം സമാനീതം ശിലായാം സലിലാന്തികെ സംഭോജനേർബുഭുജേ ഗോവൈ സംഘർഷണാന്വിതം. അമ്മമാര് നല്ല ഭക്ഷണം, തൈരും ഒക്കെ, നെയ്യ് കൂട്ടി ഇഷ്ടമുള്ളവർക്ക് അത്, തൈരുള്ള ഇഷ്ടമുള്ളവർക്ക് അത്, നല്ലോണം ഉപ്പേരി, പപ്പടം, ഉപ്പേരി എല്ലാം കൂടിയിട്ടുള്ള ഒന്നാന്തരം ഭക്ഷണമാണ് കുട്ടികൾക്ക് കൊടുത്തു വെച്ചിരിക്കുന്നത്. അവർക്ക് വിശക്കലേ കളിക്കുമ്പോ കാട്ടില്. അങ്ങനെ ഭഗവാൻ ആ ബലരാമനോട് ചേർന്നിരുന്ന് ശ്രീകൃഷ്ണൻ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഗോപന്മാരോട് കൂടിയിട്ട് ഇരുന്നിട്ട് വട്ടത്തിലിങ്ങനെ ഇരിക്കും. എല്ലാവരും നടുക്ക് കൃഷ്ണൻ ഇരിക്കും. അങ്ങനെ ആ ഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്ന തൈരും ചോറും അപ്പൊ അടുത്തിങ്ങനെ അരുവിണ്ടോന്ന് നോക്കും. വെള്ളം ഒഴുകുണ്ടോ, പാറപ്പുറത്ത് ഒഴുകണുണ്ടോന്ന് അത് നോക്കിയിട്ടേ ഇരിക്കുള്ളൂ ഭക്ഷണം. കൈ കഴുകണ്ടേ അതിന് വേണ്ടിയിട്ട്. ജലമൊഴുക്കുള്ള ഒരു പാറയിൽ വെച്ചിട്ട് പാറപ്പുറത്ത് ഇരുന്നിട്ടാണ് കൃഷ്ണൻ അതിന്റെ പാറപ്പുറത്ത് കയറിയിരിക്കും. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ചോട്ടിലിരിക്കുന്നു. അങ്ങനെ ഇരുന്നിട്ട് കഴിച്ചു. ഭുജിച്ചു. ശാദ്വലോപരി സംവിശ്യ ചറുവതോ മീലിതേക്ഷണാൻ തൃപ്താൻ വൃഷാൻ വത്സതരാൻ ഗാശ്ച സ്വധോഭരശ്രമാഃ പ്രാവിശ്രിയം ച താം വീക്ഷ്യ സർവഭൂതമുദാവകാം ഭഗവാൻ പൂജയാം ചക്രേ ആത്മശക്തിയുപബൃംഹിത. ശാദ്വലോപരി, പച്ചപ്പുല്ലുള്ള ഭൂമിയില്, ശാദ്വലം മൃദുവായിട്ടുള്ള ഇളമ്പുല്ലുകള് ആ നിറഞ്ഞിരിക്കണ ഒരു സ്ഥലത്തിൽ കിടന്ന് അവിടെ ഇങ്ങനെ കിടക്കുക. പശുക്കളൊക്കെ നിറച്ചിങ്ങനെ വയറ് നിറച്ചു തിന്നു പച്ചപ്പുല്ലുകള്. എന്നിട്ടോ
അങ്ങനെയുള്ള കുറച്ച് കഴിയുമ്പോൾ അയവിറക്കാൻ വേണ്ടിയിട്ട് കിടക്കില്ലേ പശുക്കള്, അങ്ങനെ കിടക്കുന്ന ആ കാളകളെയും പശുക്കുട്ടികളെയും പാല് നിറഞ്ഞ് കനത്ത അകിടുകളെയും എടുത്ത് നടക്കാൻ വയ്യാതെ വലഞ്ഞിരിക്കുന്ന പശുക്കളെയും ആ വൃന്ദാവനത്തിലുള്ള സകല ജീവജാലങ്ങൾക്കും വേണ്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിക്കുന്നതും തന്റെ ശക്തിയാൽ വർദ്ധിപ്പിക്കട്ടതുമായ ആ വർഷകാല ശോഭയും കണ്ടിട്ട് ഭഗവാൻ ബഹുമാനിച്ചു. ഭഗവാൻ വളരെ സന്തോഷം, എല്ലാവർക്കും സുഖം. ആ പശുക്കളൊക്കെ എന്തൊരു സന്തോഷം, അവരുടെ വയറൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കണം. ഇതൊക്കെ കണ്ടാൽ മതി ഭഗവാനാണ്, ഇതാണ് ഏറ്റവും സന്തോഷം. ഇതെല്ലാം കൊടുക്കണത് ആരാ? മനസ്സുകൊണ്ട് ഭഗവാൻ അങ്ങോട്ട് സങ്കല്പിക്കുകയാണ് ഇവർക്ക് എല്ലാവർക്കും സന്തോഷമാവാൻ വേണ്ടിയിട്ട്. വർഷകാലത്തെ ഒന്നും കൂടി തന്റെ ശക്തി കൊണ്ട് മനോഹരമാക്കും ആ വാർഷിക ശോഭ, വർഷകാലത്തിന്റെ ശോഭ. അങ്ങനെ എല്ലാവരും സന്തുഷ്ടരായിട്ട് കണ്ടു. അതന്നെയാണ് ഭഗവാന് സന്തോഷം എന്ന്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, അത് മാത്രമേ ഭഗവാന് ആഗ്രഹമുള്ളൂ. അങ്ങനെ വളരെ സന്തുഷ്ടനായിട്ട് മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വെച്ചെത്തു, മന്ദഹാസം ചൊരിഞ്ഞുകൊണ്ട് ഇങ്ങനെ എല്ലാവരെയും നോക്കണു. പശുക്കളെ, ആ കുട്ടികളെ ഇത് മാത്രല്ല, വൃക്ഷങ്ങളെ, ഒരു അണ്ണാറക്കണ്ണന് കൂടി എല്ലാ അവിടുത്തെ ജീവജാലങ്ങൾക്ക് കാട്ടിലെ ഓരോ മൃഗത്തിനും ദോഷാവണം എന്നാണ് ഭഗവാന്റെ മോഹം. പ്രത്യേകം പറയണു. ഏവം നിവസതോ തസ്മിൻ രാമകേശവയോർവ്രജേ ശരത് സമഭവത് വ്യുഭ്രാ സ്വച്ഛാംബപരുഷാനില. ഇനിതാ അങ്ങനെ രസമായിട്ട് കളിച്ച് കൊണ്ടിരിക്കുമ്പോഴേക്കും എന്താ വർഷകാലം മാറി ശരൽക്കാലം വന്നു. ഇനി ആ ശരൽക്കാലം 18 ശ്ലോകങ്ങൾ കൊണ്ട് ശരൽക്കാല വർണ്ണനയാണ് അടുത്തത്. ഇങ്ങനെ ബലരാമനും കൃഷ്ണനും ഗോകുലത്തില് കളിച്ചുകൊണ്ടിരിക്കുമ്പോ ശരൽക്കാലം ആരംഭിച്ചു. ആകാശത്തില് മേഘങ്ങളില്ലാതെയായി, ജലാശയങ്ങളിൽ കലങ്ങിയിരുന്ന വെള്ളം നല്ലോണം അങ്ങോട്ട് തെളിഞ്ഞു, മന്ദമാരുതൻ വീശിത്തുടങ്ങി. ശരദാ നീരജോൽപത്യ നീരാണി പ്രകൃതിം യയു ഭ്രഷ്ടാനാമിവ ചേതാംസി പുനർയോഗ നിഷേവയാ. കുളങ്ങളിലൊക്കെ, എല്ലാ കുളത്തിലും താമരപ്പൂവുകൾ ഇങ്ങനെ നിറഞ്ഞു. ആ മന്ദവായു തട്ടിട്ട് ഇളകിക്കൊണ്ടിരിക്കുന്ന ആ വെള്ളത്തിലുള്ള ചളികളൊക്കെ ക്രമേണ അങ്ങനെ അടിയിൽ താണുപോയി. അപ്പൊ എന്താ, ആ പളുങ്ക് പോലെയുള്ള ജലം സ്വച്ഛമായിട്ട്, ജലത്തിന്റെ ആ സ്വഭാവ നൈർമല്യവും പിന്നെ ആ മാധുര്യവും സ്പഷ്ടമായിട്ട് അങ്ങനെ പ്രകാശിക്കുകയാണ്. കുറച്ചിങ്ങനെ വെയില് വരുമ്പോ ഇങ്ങനെ കാണാം അല്ലെ, അടി മുഴുവൻ ഇങ്ങനെ തെളിഞ്ഞ് അങ്ങനെയുള്ള ഇത് തടാകങ്ങൾ കുളത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഒട്ടും ചെളിയൊന്നും ഇല്ലാത്തത്. ഏതുപോലെ എന്നാൽ അസത്സംസർഗം നിമിത്തം യോഗത്തിൽ നിന്ന് തെറ്റിയ യോഗികളുടെ മനസ്സ് വീണ്ടും പ്രാണായാമാദി യോഗങ്ങൾ ശീലിക്കുമ്പോൾ സ്വച്ഛമായും ശാന്തമായും ഭവിക്കുന്നത് പോലെ എന്നാണ് ഉപമ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ അർത്ഥം? യോഗികള് ദുസ്സംഗം തീരെ ഉപേക്ഷിച്ച് യോഗാഭ്യാസ നിരതരായിട്ട് തന്നെ ഇരിക്കണം. അവരുടെ മനസ്സ് തെറ്റാൻ പാടില്ല, ചീത്ത മാർഗത്തിലേക്ക്, അസത്സംഗത്തിലേക്ക് പോവരുത് യോഗികള്. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.